Dear students, today we can study average and instantaneous rate of change. Suppose we have the function y equal to f of x. Okay. And suppose there is a small change in x which is called delta x from x naught. I suppose that is x naught becomes x naught plus delta x, and corresponding change in y be delta y. Then the difference quotient delta y by delta x equal to f of x naught plus delta x minus fx naught divided by delta x is called the average rate of change of f with respect to x. This is the average rate of change average rate of change of f with respect to x on the interval between x naught to x naught plus delta x equal to delta y by delta x, that is equal to f of x naught plus delta x minus fx naught divided by delta x. നിങ്ങൾക്ക് അറിയാലോ y equal to fx അല്ലേ, എക്സ് പ്ലസ് എഫ് എക്സ് നോട്ട് ആവുമ്പോൾ എഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആവുമ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ വൈ പ്ലസ് ഡെൽറ്റ വൈ. ഈ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് വരും. മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് minus fx naught. Okay, delta, therefore delta y by delta x എന്ത് വരും? f of x naught plus delta x minus fx naught divided by delta x. This is the average rate of change ഇനി of f with respect to x. And instantaneous rate of change of f with respect to x at the point x naught is given by f dash x naught equal to limit delta x tends to 0 f of x naught plus delta x minus fx naught divided by delta x. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വെച്ചാൽ എഫ് ഡാഷ് കേട്ടോ. എഫ് ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്. provided the limit exists. Now next, next question. Next problem.
Okay. Next problem. First question. An oil slick has area y equal to 30x cube plus 100x square meters x minutes after a tanker explosion. Find the average rate of change in area with respect to the time during the period from x equal to 2 to x equal to 3 and from x equal to 2 to x equal to 2.1. What is the instantaneous rate of change of area with respect to time at x equal to 2? അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? An oil slick has area എന്താണ് തന്നിട്ടുള്ളത്? y equal to 30x cube plus 100x square meters x minutes after a tanker explosion. Okay. Find the average rate of change in area with respect to the time during the period from x equal to 2 to x equal to 3 and from x equal to 2 to x equal to 2.1. What is the instantaneous rate of change? അപ്പോൾ നമുക്ക് എഴുതാം y equal to f of x തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ എഴുതുക 30x cube plus 100x ഗിവൺ ഫംഗ്ഷൻ എഴുതാം. എന്നിട്ട് നമുക്കറിയാം ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്? നമ്മളിവിടെ വൈ എക്സ് തന്നെയാണുള്ളത്. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ എഴുതിയത്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച്. ഇവിടെ അപ്പം നമ്മൾ പിന്നെ ആദ്യം തന്നെ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞു. ഇനി ഇവിടെ എവിടുന്ന് തൊട്ട് ഏത് പീരീഡ് വരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു 2 ടു എക്സ് ഈക്വൽ ടു 3 എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താണ്? എക്സ് ഈക്വൽ ടു 2 ടു എക്സ് ഈക്വൽ ടു 3 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഫ്രം എക്സ് ഈക്വൽ ടു 2 ടു എക്സ് ഈക്വൽ ടു 3 കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്തെടുക? എക്സ് നോട്ട് എന്ന് പറയുന്നത് 2ഉം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 3യും ആയിട്ട് എടുക്കാം. മനസ്സിലായോ? അപ്പം നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിന് വരെ എഫ് ഓഫ് 3 മൈനസ് എഫ് എക്സ് നോട്ടിന് വരെ എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 എന്ന് വരും. F3 എന്താണ്? 30 ഇൻറ്റു 3 ക്യൂബ് പ്ലസ് 100 ഇൻറ്റു 3 മൈനസ് F2 എന്താണ്? 30 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് 100 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, 100 ഇൻറ്റു 2 the whole divided by 1 എന്ന് വരും. അപ്പം എന്താ വരിക അത് ചെയ്യുമ്പോൾ? ആൻസർ ചെയ്ത് നോക്കുക നിങ്ങൾ, എന്നിട്ട് ആൻസർ എഴുതുക കേട്ടോ. ഞാനിവിടെ കിട്ടിയത് എഴുതുകയാണ്. സ്ക്വയർ മീറ്റർ, കാരണം ഇത് തന്നിരിക്കുന്നത് സ്ക്വയർ മീറ്ററിലാണ് വൈ തന്നിട്ടുള്ളത്. ഡിനോമിനേറ്റർ ഡെൽറ്റ എക്സ് അല്ലേ, സ്ക്വയർ അല്ല, വൈ തന്നിട്ടുള്ള സ്ക്വയർ മീറ്റേഴ്സ് സ്ക്വയർ മീറ്റേഴ്സ് പെർ മിനിറ്റ്സ് ആണല്ലേ, അങ്ങനെയല്ലേ? സ്ക്വയർ മീറ്റേഴ്സ് എക്സ് മിനിറ്റ്സ് ആഫ്റ്റർ എ ടാങ്കർ എക്സ്പ്ലോഷൻ എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്വയർ മീറ്റർ
per minute. മിനിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സിമിലർലി ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച്. ഇനി നമുക്ക് കാണാനുള്ളത് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ച് ഫ്രം x equal to 2 to x equal to 2.1 കാണിക്കണം. അപ്പോൾ നമ്മൾ എന്തെഴുതണം? എക്സ് നോട്ട് ഈക്വൽ ടു 2 എന്ന് എഴുതുക. ഇതേപോലെ തന്നെ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിന് 2.1 എന്ന് എഴുതുക. എന്നിട്ട് എന്താ ചെയ്യുക? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുക. അതെന്ന് പറയുന്നത് എഫ് ഓഫ് 2.1 മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ 2.1 മൈനസ് 2 വരും. അപ്പം നമുക്ക് എന്താ വരിക? എഫ് ഓഫ് 2.1 എന്താ വരിക? 30 ഇൻറ്റു അല്ലേ 2.1 ദ ഹോൾ ക്യൂബ് പ്ലസ് 100 ഇൻറ്റു 2.1 വരും. മൈനസ് എഫ് ഓഫ് 2 എന്താ വരിക? 30 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് 100 ഇൻറ്റു 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 0.1 എന്ന് വരും. അപ്പോൾ എന്താ വരിക? 47.83 ഡിവൈഡഡ് ബൈ 0.1 എന്ന് വരും. ദാറ്റ് ഈസ് 478.3 സ്ക്വയർ മീറ്റേഴ്സ് പെർ മിനിറ്റ് എന്ന് വരും. ഓക്കെ, ഇനി ഓൾസോ എന്ത് പറയാം നമുക്ക്? Now we have to find the instantaneous rate of change of area with respect to time at x equal to 2. Instantaneous എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് എക്സ് എന്താണ്? 30 ഇൻറ്റു 3x സ്ക്വയർ പ്ലസ് 100 വരും. അപ്പോൾ എന്താ? 90x സ്ക്വയർ പ്ലസ് 100 എന്ന് വരും. അപ്പം 90 ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്ലസ് 100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ചെയ്ത് നോക്കുക. അപ്പോൾ 460 അല്ലേ? 4 36 360 പ്ലസ് 100 വരും. 460 സ്ക്വയർ മീറ്റേഴ്സ് പെർ മിനിറ്റ് എന്ന് വരും അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ യൂണിറ്റ് ഓർമ്മിച്ച് വയ്ക്കുക എല്ലാവരും. എന്താണ്? ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ബോത്ത് ആർ മെഷേർഡ് ഇൻ എന്താണ്? യൂണിറ്റ്സ് ഓഫ് വൈ ബൈ യൂണിറ്റ്സ് ഓഫ് എക്സ് എന്ന് അത് ഓർമ്മിച്ച് വയ്ക്കുക കേട്ടോ എല്ലാവരും. നെക്സ്റ്റ് പ്രോബ്ലം volume of a cone is 1/3 area of base into height ആണ്. height ആണ് തന്നിട്ടുണ്ട്. if the base has radius always equal to the height, find the rate of change of the volume with respect to the radius. എന്താ തന്നിരിക്കുന്നത്? വോളിയം തന്നിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ദ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇഫ് ദ ബേസ് ഹാസ് റേഡിയസ്, അപ്പോൾ സർക്കിളാണ് ബേസ്, റേഡിയസ് തന്നിട്ടുള്ളതുകൊണ്ട് ബേസ് ഹാസ് റേഡിയസ് ഓൾവേസ് ഈക്വൽ ടു ദ ഹൈറ്റ്. റേഡിയസും ഹൈറ്റ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ റേറ്റ് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ വോളിയം വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എഴുതാണ്, ആൻസർ ചെയ്യാം നമുക്ക്. ലെറ്റ് വി ബി ദ വോളിയം
volume of the cone and RB the radius and പിന്നെന്താ പറയുക റേഡിയസ് ഓൾവേസ് ഈക്വൽ ടു ദ ഹൈറ്റ്. നമ്മളോട് വോളിയം വിത്ത് റെസ്പെക്ട് റേഡിയസ് ചോദിച്ചതുകൊണ്ട് നമ്മൾക്ക് ഹൈറ്റ് എന്ത് എഴുതാം? ഹൈറ്റ് ഇവിടെ തന്നിട്ടുള്ളത് റേഡിയസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വോളിയം ഓഫ് ദ കോൺ എന്താ അറിയാം? നമുക്കറിയാം 1/3 ഇൻറ്റു ബേസ് ഏരിയ πr² ആണ് അല്ലേ, സർക്കിൾ ആയതുകൊണ്ട്. ഇൻറ്റു എച്ച് എന്താണ് ഇവിടെ? ഇൻറ്റു എച്ച് ആണ്. 1/3 πr² ഇൻറ്റു ഇവിടുത്തെ എച്ച് എന്ന് പറയുന്നത് റേഡിയസ് ആണ് തന്നിട്ടുള്ളതുകൊണ്ട് ആറ് തന്നെ എടുക്കാം. അപ്പോൾ എന്താ വരിക? 1/3 πr³ എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് വോളിയം കണ്ടുപിടിച്ചാൽ പോരാ, നമുക്ക് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ വി അല്ലേ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഡി വി ബൈ ഡി ആർ ഈക്വൽ ടു dv by dr is equal to d by dr of 1/3 πr². ഇങ്ങനെ ചെയ്താലും മതി. πr³ അല്ലേ, that is equal to 1/3 π ഇൻറ്റു d by dr of r³ എന്ന് വരും, 3r² എന്ന് വരും. ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ πr² എന്ന് വരും. This is the rate of change of volume with respect to the radius. Now next problem. Now we can do the next problem. Problem 5. A balloon being blown up has a volume V equal to 3t³ plus 8t² plus 16t cubic centimeters after t minutes. What is the rate of change of volume at t equal to 0.5? അപ്പോൾ എന്താണ്? ബലൂൺ ബീയിങ് ബ്ലോൺ അപ്പ് ഹാസ് ദ വോളിയം തന്നിട്ടുണ്ട്, അത്രയും ക്യൂബിക് മീറ്റേഴ്സ് ആഫ്റ്റർ ടി മിനിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം അറ്റ് ടി അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് കാണേണ്ടത്? വി വോളിയം ആണ് എങ്കിൽ വി വോളിയം ഓഫ് ദ വോളിയം ഓഫ് ദ ബലൂൺ after t minutes and given that v equal to 3t cube plus 8t² plus 16t തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച്? ഡിഫറൻഷ്യബിൾ ആണ് ഈ പോളിനോമിയൽ. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് dv by dt കണ്ടുപിടിച്ചാലും മതി. dv by dt is equal to average rate of change. Rate of change of volume with respect to time t. Rate of change of volume with respect to t, time t equal to dv by dt equal to 9t² plus 16t plus 16 അല്ലേ. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾക്ക് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം അറ്റ് ടി ഈക്വൽ ടു 0.5 എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ dv by dt എത്രയും നമ്മൾ t 0.5 എന്താണെന്ന് കണ്ടുപിടിക്കുക. അറ്റ് ടി ഈക്വൽ ടു 0.5 എന്താണ്? 9 ഇൻറ്റു 0.5 the whole square plus 16 into 0.5
പ്ലസ് 16 എന്ന് വരും കേട്ടോ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 26.25 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്, ആ യൂണിറ്റ് തന്നത് എഴുതുക, സെൻറ്റിമീറ്റേഴ്സ് പെർ മിനിറ്റ്. ഓക്കെ. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ് ഡെൽറ്റ വൈ. അപ്പോൾ ചിലപ്പോൾ ഡെൽറ്റ വൈ ഈസ് നെഗറ്റീവ്. ഡെൽറ്റ വൈ എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ഡെൽറ്റ വൈ നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ആവുമ്പോൾ അല്ലേ? അതായത് അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണല്ലോ, ബൈ ഡെൽറ്റ എക്സ്. അപ്പം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സും ഇതേപോലെ തന്നെ നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ആൻ ഇൻക്രീസ് ഇൻ എക്സ് പ്രൊഡ്യൂസസ് എ ഡിക്രീസ് ഇൻ എഫ് ഓഫ് എക്സ്. മനസ്സിലായോ? ഇൻക്രീസ് ഇൻ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് വരും? കുറഞ്ഞു വരും. മനസ്സിലായോ? എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എഫ് ഓഫ് എക്സിനേക്കാൾ കുറവായിരിക്കും. അപ്പം എന്താണ്? അതായത് നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ് കാണിക്കുന്നത്? വൺ ക്വാണ്ടിറ്റി ഡിക്രീസസ് വെൻ അനദർ ഇൻക്രീസസ് എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായോ? നെഗറ്റീവാന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൺ ക്വാണ്ടിറ്റി decreases when another increases എന്ന് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവണം. Now next problem. During takeoff, a 747 has ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ വിമാനമാണ് അല്ലേ? വിമാനം പുറപ്പെടുക. ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ വിമാനം എന്നല്ല, വിമാനം പുറപ്പെട്ട് കഴിഞ്ഞിട്ട് ഹാസ് ഈ വിമാനത്തിന് 25,000 മൈനസ് 80t പ്ലസ് 2t സ്ക്വയർ plus 0.t cube gallons of fuel in its tank t seconds after starting takeoff. 0 less than or equal to t less than or equal to 10. How many gallons per second being burnt 2 seconds into the takeoff? എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഡ്യൂറിങ് ടേക്ക് ഓഫ് എ 747 ഹാസ് 25,000 മൈനസ് 80t പ്ലസ് 2t സ്ക്വയർ പ്ലസ് 0.2t ക്യൂബ് gallons of fuel in its tank t seconds after starting take off. മീൻസ് അത്രയും ഫ്യൂവൽ ഉണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. t എന്ന് പറയുന്ന സെക്കൻഡ്സ് 0നും 10നും ഇടയ്ക്കാണ് ടൈം. അങ്ങനെയാണ് വെച്ചാൽ ഹൗ മെനി ഗാലൻസ് പെർ സെക്കൻഡ് ആർ ബീയിങ് ബേൺഡ് 2 seconds into the take off. 2 seconds കഴിയുമ്പോൾ എത്രയും പിന്നെ ബേൺ ചെയ്തു, ഇന്ധനം പോയി എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാം. എന്താണ് V
വി ദ വോളിയം, വി ആണ് വോളിയം എന്നെടുക്കാം നമുക്ക്. വോളിയം ഓഫ് ഫ്യുവൽ ഇൻ ഫ്ലൈറ്റ്. പിന്നെ അപ്പോൾ വി എന്ന് പറയുന്നത് എങ്ങനെയാണ് തന്നെയാണ് 25,000 മൈനസ് 80t പ്ലസ് 2t² പ്ലസ് 0.2 t³ എന്ന് തന്നിട്ടുണ്ട്. ഇത് ഡിഫറൻഷ്യബിൾ ആണ്, വി ഡിഫറൻഷ്യബിൾ ആണോ നോക്കുക. ആണെന്നെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഹൗ മെനി ഗാലൻസ് പെർ seconds are being burned 2 seconds into after the take off എന്നാണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. dv/dt ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് ആ സമയത്ത് എത്രയാണോ നമ്മൾ കണ്ടുപിടിക്കണം. d/dt of 25,000 minus 80t plus 2t² plus 0.2 t³ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, -80 plus 4t plus 0.6 t² എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം when t equal to 2 എന്താണ്, 2 is given by dv/dt at t equal to 2 കണ്ടുപിടിക്കാം. എന്താ, -80 plus 4t plus 0.6 t² at t equal to 2 അല്ലേ. that is equal to -80 plus 4 into 2 plus 0.6 into 4 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. -69.6 ഗാലൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പം ഇത് നെഗറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് അതിൻ്റെ മീനിങ് എന്താണ്, ദ വോളിയം ഓഫ് ഫ്യൂവൽ ഇൻ ടാങ്ക് ഈസ് റെഡ്യൂസിങ് ആൻഡ് ദ റേറ്റ് ഓഫ് റിഡക്ഷൻ ഇൻ വോളിയം ഈസ് 69.6 gallons per second. This means that ഞാൻ എഴുതാൻ കേട്ടോ ഇവിടെ. This means that volume of fuel in tank is reducing at the rate of reduction in volume is 69.6 gallons per second. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ്. അപ്പം ഈ dv/dt നമ്മൾ അതായത് ഡെറിവേറ്റീവ് കാണുന്നത് എന്ന് വെച്ചാൽ എന്താണ്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അല്ലേ. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിലാണ് നമ്മൾ എന്ത് കാണുന്നത്, ആ പ്രത്യേക ഇതിലാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിലാണ് നമ്മൾ dv/dt കണ്ടുപിടിച്ചത്. ഓക്കെ, കാരണം നമുക്ക് ആഫ്റ്റർ 2 seconds ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ dv/dt ചെയ്തത് കേട്ടോ. അപ്പം ശരി എന്നാൽ.